ഴ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായിട്ട് സുധി കോഴിക്കോട്, ദേവരാജൻ ഞാൻ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഴ എന്ന് രണ്ടാളൊന്ന് പറഞ്ഞേ, മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നുണ്ടോ? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഴ എന്ന് പറഞ്ഞ പേര് എങ്ങനെയാ വന്നത്? നാക്ക് ഓടിക്കാറുണ്ട്. ഞാനും പറയുന്നുണ്ട് ഴ. ഴ എന്ന് പറഞ്ഞ പേര് എങ്ങനെയാ വന്നതെന്ന് അറിയോ? അല്ല, ഗസ് പറയുന്നത് മഴ തന്നെ മഴ എന്നുള്ള ഗിരീഷ് പി സി പാലത്തിൻ്റെ നാടകമാണ്. ഇത് വളരെ ഏറെ കളിക്കപ്പെട്ടൊരു നാടകമാണ്. ഞാനും കളിച്ചിട്ടുണ്ട് ഈ നാടകത്തിൽ. ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എടുത്ത ഴയാണ്. ഴ എന്ന് പറയുമ്പോൾ തന്നെ മഴ എന്നാണല്ലോ ഒരു ഇതാണല്ലോ നമ്മൾ ഉള്ളിലേക്ക് വരിക. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും. ബാക്കി നമുക്ക് ഗിരീഷേട്ടനോട് ചോദിക്കാം. ഞാൻ കേട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഭയങ്കര ക്ലിക്കായ ഒരു കോളേജ് കാലഘട്ടത്തിൽ ആ സമയത്ത് പഠിച്ച. കോളേജ് കാലഘട്ടമൊന്നുമല്ല, ഞാൻ കോളേജിന് പുറത്തായി ചെയ്തത്. ഞാൻ കോളേജ് കുട്ടി. എനിക്ക് ഓർമ്മയുണ്ട് കറക്റ്റായിട്ട്. കാരണം ഞാൻ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രി സമയത്താണെന്ന് തോന്നുന്നു, മീൻചന്ത ആർട്സ് കോളേജിന് ദീപ്തിഷും റിയാസ് രണ്ടുപേരാണ് ബിസോൺ കലോത്സവത്തിലും ഇൻട്രസോണിലും അത് പെർഫോം ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരിക്കും. ഗിരീഷേട്ടനോട് ആണ്, തെറ്റാൻ വഴിയില്ല. അവരാ പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ ആ നാടകം ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ പിറ്റത്തെ ഒരു വർഷം ഗുരുവായൂരപ്പൻ കോളേജിൽ ഞാനും ഷിജിത്ത് എന്ന് പറയുന്ന ഷിജിത്തല്ല, യാസ്ർ ഹമീദ്, ഞങ്ങൾ രണ്ടുപേരും അത് കോളേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അന്നേ ആ നാടകം, ആ സ്ക്രിപ്റ്റ് അറിയാം. പക്ഷേ അതിനെ സിനിമയിലേക്ക് ആക്കിയപ്പോൾ എങ്ങനെയാണെന്നുള്ളത്, ഞാനിത് നമ്മളെ ഡബ്ബിംഗ് പോർഷൻ മാത്രമല്ലേ കാണുന്നുള്ളൂ, നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല. അതാണ്. സിനിമേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആകെ ഞങ്ങൾ അഭിനയിച്ച ഭാഗം മാത്രം കണ്ടുപോകുന്നു. ശരിക്കും നാടകവും സിനിമയും തമ്മിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എനിക്ക് തോന്നി, നാടകം ത്രൂ ഔട്ട് ആൾക്കാർ ആദ്യം തൊട്ട് അവസാനം വരെ അതിൽ ചെറിയ കഥാപാത്രം ചെയ്യുന്ന ആൾ മുതൽ എല്ലാവരും ചെയ്യുന്ന അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നാടകം. സിനിമ എന്ന് പറയുന്നത് അപ്പുറത്ത് ഇപ്പം ഒരു കോ ആർട്ടിസ്റ്റ് തൊട്ടടുത്ത് ഉണ്ടാവണം എന്ന് പോലും നിർബന്ധമില്ല അല്ലേ? ക്യാമറയിൽ മാത്രം നോക്കി നമ്മൾ അഭിനയിക്കുന്നുണ്ട്. അപ്പം നാടകം ചെയ്യുന്ന രണ്ടാൾക്കാരെന്ന നിലയിൽ ഇതിൽ ഈസി ആയിട്ട് തോന്നുന്നത് എപ്പോഴാണ് അഭിനയിക്കുമ്പോൾ, ഇമോഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ രണ്ടാളും നാടകം ചെയ്യുന്ന ആൾക്കാരല്ലേ? അല്ല, ഇപ്പോൾ ദേവൻ ഒരുപാട് സ്കിറ്റ് ചെയ്യുന്നത്, ദേവൻ സെയിം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ലഘു നാടകം ഉണ്ടാണോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണം, എന്തായിരുന്നു? ഏതാണ് ഈസി ആയിട്ടുള്ള കാര്യം അല്ലേ? ഇതാണ് ഈസി ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു രണ്ടിലും ആ പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ എല്ലാത്തിലും അതിൻ്റെ ഈസിനെസ്സും ഉണ്ട്, അതിൻ്റെ വിഷമഘട്ടവും ഉണ്ട്. സിനിമയിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞേക്ക് തന്നെ ഓപ്പോസിറ്റ് ആക്ടർ ഇല്ലാതെ നമ്മൾ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് കൂടുതൽ. ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു ആക്ടർ കൂടുതൽ മാർക്കറ്റ് ചെയ്യുക ക്ലോസ് ആണ് സിനിമയിൽ. ക്ലോസ് റിയാക്ഷൻ ഒരിക്കൽ നമ്മുടെ മുന്നിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല ഓൾമോസ്റ്റ്. സജഷൻ ഷോട്ടൊക്കെ എടുക്കുമ്പോഴേ ഉണ്ടാവുള്ളൂല്ലോ. അപ്പം ആ സമയത്ത് നമ്മളെ ഉള്ളിൽ വളരെ മൈന്യൂട്ടായിട്ട് വരുന്ന ഒരു ചെറിയൊരു പോലും നമ്മുടെ മുഖത്ത് വരും എന്നുള്ളത് കാരണത്താൽ തന്നെ അത് അത്രയും കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ നാടകത്തിന് ഇത്രയും ഇപ്പോൾ മഴ എന്ന നാടകം പ്രത്യേകിച്ച് ഒരു അരമണിക്കൂറിൻ്റെ പുറത്ത് 30 മുതൽ 40 മിനിറ്റ് വരെ നമ്മൾ നിർത്താതെ ഫുൾ എനർജിയിൽ കളിക്കേണ്ട ഒരു നാടകം. അങ്ങനെ കളിക്കേണ്ട നാടകങ്ങൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ. കാരണം ഇതൊരു വാചികം, അത് ഡയലോഗ് ഓറിയൻറ്റഡ് പ്ലേ കൂടി ആയത് കാരണത്താൽ തന്നെ ഫുൾ എനർജി ത്രോ ചെയ്ത് അഭിനയിക്കേണ്ട ആക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ മഴ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്രീൻ റൂമിലേക്ക് പോയി വീഴലായിരുന്നു ഉണ്ടായിരുന്നു. ഐ മീൻ അത്രയും ടയർഡായിട്ട്. അപ്പോൾ അഭിനയത്തിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തുണ്ട്, നമ്മളിപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് എവിടെയെങ്കിലുമൊക്കെ മിസ്സാകുമ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകും. നാടകത്തിന് അങ്ങനെ മറ്റേതിൽ കട്ട് ചെയ്ത് എടുക്കാം, റീടേക്കുകൾ ഉണ്ടെന്നുള്ള ഈസിനെസ് അങ്ങനെയുണ്ട്. പക്ഷെ അതേസമയം ഹൈലി കോൺസെൻട്രേഷൻ വേണ്ട ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു ഫിലിം ആക്ടിങ് എന്നുള്ളത്. കാരണം വളരെ സ്കാൽപ്പൽ ബ്ലേഡ് കൊണ്ട് ഒരു സർജറി ചെയ്യും പോലെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പം അങ്ങനെ തന്നെയാണല്ലോ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ്. ദേവൻ പറയൂ. എനിക്ക് പിന്നെ അങ്ങനെയൊന്നും പറയാനില്ല. മൂപ്പര് പറഞ്ഞാൽ ഈ എന്താണ് വാചികം ആഹാരികം എന്നൊക്കെ പറയുന്നത്, ഇതറിയണമെന്നേ പ്രശ്നമുള്ളൂ. അറിയാത്തവന് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണോ കിട്ടുന്നത് അത് ചെയ്യാന്നുള്ള മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പടത്തിൻ്റെ പൂജ കഴിഞ്ഞ് ഒരു ആദ്യത്തെ ദിവസത്തെ ആക്ടർ ഞാനാണ്, ഫസ്റ്റ് ഡേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഏറ്റവും നന്നായിട്ട് ഓടണമെന്ന് ഏറ്റവും പ്രാർത്ഥിക്കുന്ന ഒരാളും ഞാൻ തന്നെയാണ്. കാരണം ഒരു ദിവസം ഫസ്റ്റ് ഡേ മൊത്തം നമ്മളുടെ എൻ്റെ ക്യാരക്ടർ SI ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ അന്നത്തെ മാക്സിമം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്ത്
തീർത്തിട്ടുണ്ട് അന്നത്തെ ദിവസം, ഫസ്റ്റ് ഡേ. അതായത് പടം തുടങ്ങുന്ന ഫസ്റ്റ് ഡേ, ഷൂട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ. കംപ്ലീറ്റ് ചെയ്തു അത് എൻ്റെ ക്യാരക്ടർ. അന്ന് ഞാനും ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ പോലീസ് സ്റ്റേഷൻ സീക്വൻസ്. യെസ്, എനിക്ക് വേറൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു ക്രൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗിരിയേട്ടൻ, ഗിരീഷ് പി സി പാലം ഇതിൻ്റെ റൈറ്റർ കം ഡയറക്ടർ. പുള്ളി എന്നാണ് നാടകം ഞാൻ പറഞ്ഞുള്ളത്. പുള്ളി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും, ഈവൻ മണികണ്ഠൻ ആചാരി പോലും നാടകക്കാരനാണ്. നന്ദുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അത്രയും അറിയില്ല, ബാക്കി എല്ലാവരും കോഴിക്കോട്ടെ നാടകക്കാരാണ്. ഈ ഒരു ഷൂട്ടിംഗ് ഡേ ഇപ്പോൾ ചെറിയൊരു പാസിംഗ് ഷോട്ടിന് വരെ വരുന്നവരും നാടകക്കാരാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒക്കെ ഗിരീശ്വരനായിട്ടുള്ള സൗഹൃദങ്ങളിൽ പെട്ടു. ഞങ്ങൾ കോഴിക്കോട് നാടക സൗഹൃദങ്ങളും കോഴിക്കോടിന് പുറത്തേക്കുള്ള നാടക സൗഹൃദങ്ങളൊക്കെ പെട്ട ആൾക്കാരാണ്. അപ്പോൾ അത് എല്ലാവരും കൂടി അങ്ങനെ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്, സെറ്റിലുണ്ടാകുന്ന വൈബ്, ഷൂട്ട് ഔട്ട് നടക്കും. ചിലപ്പോൾ നമ്മളിങ്ങോട്ട് മാറിയിരുന്ന് ഭയങ്കരമായിട്ട് രസമായിട്ട്. അങ്ങനെ എനിക്ക് മുന്നേ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ അഭിനയിക്കുമ്പോൾ അതിൽ സുരാജേട്ടൻ, നിമിഷയുടെ ക്യാരക്ടർ വെച്ച് എല്ലാവരും കോഴിക്കോട്ടെ നാടകക്കാരും അങ്ങനെയായിട്ടുള്ള ആൾക്കാരും കൂടുതൽ പേരുണ്ടായിരുന്നു. അതിൽ കല്യാൺ സീക്വൻസൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസം. അതിന് ശേഷം ഇതാണ് അതിൽ കൂടുതൽ നാടകക്കാർ ഇതിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു രസം ഭയങ്കര രസമായിരുന്നു. കോമ്പിനേഷൻ സീനുകൾ ഉണ്ടായിട്ടുണ്ട്. SI, പോലീസ് കോൺസ്റ്റബിൾ. അപ്പോൾ ഒരുമിച്ച് ആദ്യമായിട്ട് അല്ലല്ല CPS. അത് കുഴപ്പമില്ല, ഞാൻ എത്ര പറഞ്ഞാൽ അത് കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണോ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നത്? അതെ, നാടകത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ നാടകത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഇല്ല, അപ്പൊ എല്ലാം കൊണ്ടും ഒരുമിച്ച് ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചില്ല. സുധിയേട്ടനും മറ്റേവർക്കും ഉള്ളത്ര നാടക എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാനീ പറഞ്ഞ കോളേജിലുള്ള നാടകം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആകെ നമ്മുടെ ശാന്തേട്ടൻ്റെ ദാഹം എന്ന് പറയുന്നൊരു നാടകം, അത് തന്നെ സ്ട്രീറ്റ് പ്ലേ ആയിട്ട് അവതരിപ്പിച്ച സമയത്ത് മാത്രമേ ഞാൻ 2 നാടകങ്ങളെ ജീവിതത്തിൽ, നാടകം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ സ്കിറ്റുകളിലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒരുമിച്ച് കോൺസ്റ്റബിൾ SI അല്ലേ? ഇല്ല, അങ്ങനെ എന്താ പറയുക, തള്ളി മറിക്കാൻ മാത്രമുള്ള എക്സ്പീരിയൻസ് ഒന്നും അന്നത്തെ ദിവസം ഞങ്ങൾക്ക്, അയ്യോ ഞങ്ങൾ സെറ്റിൽ ഭയങ്കര വൈബായിരുന്നു അങ്ങനെയൊന്നും പറയാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഒരു ദിവസം ഉണ്ടായി, അതിൽ കുറച്ച് ഒന്നിച്ചുള്ള കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടായി. പിന്നെ സാറ് വലിയ ആൾക്കാരായതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതായിട്ടില്ല. ഓക്കെ, പിന്നെ ഈ രണ്ടാളുടെയും ദേവരാജൻ ആദ്യം കോമഡി കൂടെയൊക്കെ വന്ന് ഇപ്പം ഇതിലൊരു സീരിയസ് ക്യാരക്ടറാണ് ചെയ്തത്. പിന്നെ സുധിയേട്ടൻ്റെ നമ്മൾ കണ്ടത് സീരിയസ് ക്യാരക്ടർ, എന്നാൽ ഇതിലൊരു കോമഡി, നേരെ തിരിച്ചായി. അപ്പോൾ ആ എക്സ്പീരിയൻസ് എന്താ? അതായത് കോമഡി മാത്രം ചെയ്യുന്ന ഒരാളായിരുന്നോ നേരത്തെ? അല്ല, അത് ഞാൻ ചെയ്ത സ്കിറ്റുകളിൽ കാലൻ എന്ന് പറയുന്നൊരു സ്കിറ്റുണ്ട്, കാലൻ. അപ്പം എനിക്ക് അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കാലൻ എന്നാണ് പലരും വിളിക്കുക. അതിൽ കാലൻ സീരിയസ് ആണ്. കാലൻ സീരിയസ് ആണല്ലോ, നമ്മൾ കാലൻ സീരിയസ് ആണ്. പക്ഷേ ആ പറയുന്ന സാധനത്തിനൊക്കെ ജനങ്ങൾ ചിരിക്കലുണ്ട്, ഇയാൾ പറയുന്ന സാധനങ്ങൾക്കൊക്കെ ചിരിക്കലുണ്ട്. അതായത് ഇപ്പം അധികം കണാരൻ ഹരീഷ് നമ്മൾ ഒരുമിച്ചൊക്കെ അല്ലെങ്കിൽ വിനോദ് കോവൂർ ആരാണെങ്കിലും കളിക്കുമ്പോൾ അവർ പറയുന്നതിന്, ഞാൻ പറയുന്നൊരു സാധനത്തിന് എന്താ ഇപ്പോൾ അവിടെ ഒന്നുമില്ലടോ, രമ്പേൻ്റെ മോളെ കല്യാണത്തിന് കുറച്ച് താറാവർച്ചി ബാക്കി വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇപ്പുറത്ത് ചിരിക്കുമല്ലോ. അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇതിനകത്ത്. ഗിരിയേട്ടൻ ആദ്യം പറഞ്ഞാണ്, വലിയ തമാശ പരിപാടിയില്ല, എന്നാൽ പക്ഷെ അത് ഇപ്പുറത്ത് ഇപ്പോൾ ആസ് ഓഡിയൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകൻ കാണുമ്പോൾ അതിൽ ചിരി വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയേ രീതിയിലാണ് പണിഷ്മെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതെ, അതാണ് എനിക്കത്. അതായത് സ്ക്രിപ്റ്റ് റൈറ്റർ ഇതിൽ എഴുതി വെച്ച സിറ്റുവേഷൻ വൈസ് ഉണ്ടാകുന്ന കോമഡി വർക്കാക്കിയെങ്കിലുള്ളൂ. ഞാൻ അത് ഡബ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ സിറ്റുവേഷൻ വൈസ് കോമഡി വർക്കാവുന്ന പരിപാടിയില്ലേ, അതാണ്. അത് സിറ്റുവേഷനിൽ മണികണ്ഠൻ ആചാരിയായിട്ട് ബന്ധപ്പെട്ടൊരു സീക്വൻസ് പോലീസ് സ്റ്റേഷനിലുണ്ടാകുന്നു, അങ്ങനെയുള്ള പരിപാടികളാണ്. പിന്നെ കാലിൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പറയണേ. ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇടവേളകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു വെച്ച് കാണുന്ന സ്കിറ്റ് വരെതാണ്. ദേവൻ, ഹരീഷ്, നിർമ്മൽ എന്ന് പറഞ്ഞ ഒരു സ്കിറ്റ് എടുത്ത് വെച്ച് പ്രദീപൻ ഇത് കണ്ട് ചിരിക്കലാണ് എൻ്റെ പരിപാടി. ഞാൻ കഴിഞ്ഞ ഹരീഷിനെ ഫോൺ ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കോമഡി നമ്മൾ കോമഡി ആയിട്ട് നാടകത്തിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാതെ ഒക്കെ സിറ്റുവേഷൻ വൈസ് ആയിരുന്നു. അപ്പോൾ അതേപോലെ ഒരു സംഭവമാണ് ഇതിലും വിഴാലും. അപ്പോൾ ഏത് കോമഡി ആണെങ്കിലും ഏത് ക്യാരക്ടർ ആണെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള, അല്ലെങ്കിൽ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് കോമഡി ആയി പോകുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ? അല്ല, പിന്നെ ഓരോ സംഗതി ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഇപ്പം
നമ്മൾ ഏതിനും നമുക്കൊരു ഹോംവർക്ക് ഉണ്ടാവും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിനൊരു കണ്ടുവച്ചിട്ടുണ്ടാവുമല്ലോ. ഈ കാലം തമാശയാവുന്നത് ഇപ്പം പറഞ്ഞു സ്കിറ്റിനെ കുറിച്ചല്ല പറയേണ്ടത്, പടത്തിനെ കുറിച്ച് പറയാൻ വന്നിട്ട് അല്ല, കാലം തമാശയാവുന്നത് കാലനെ നമ്മൾ ഇതുവരെ ആരും നേരിട്ട് കാണാത്തൊരു കഥാപാത്രമാണ് കൊണ്ടാണ്. ഇപ്പം മാവേലി, ഇപ്പം ഓണം വരുന്ന സമയത്ത് നമ്മൾ മാവേലിനെ വെച്ചിട്ട് മാവേലി നമ്മളാരും ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ എന്ത് പറയുമ്പോഴും ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളൊരു മരണ വീട് പോലും ഏറ്റവും ചിരി ഉണ്ടാക്കുന്ന സ്ഥലമാണ്, ശരിയല്ലേ? സാധാരണ ഒരു മരണ വീട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കരമായ മൂഡിൽ പോകുന്ന സ്ഥലത്ത് പോലും എന്തെല്ലാം ചിരി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മരണ വീട്ടിൽ അസാധ്യ ചിരിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ ചില അമ്മമാരൊക്കെ ഉണ്ടാവും ബോഡി എടുക്കുന്ന സമയത്തൊക്കെ അത് ഇടത്തോട്ട് 3 പ്രാവശ്യം, അപ്പോൾ ഇപ്പുറത്ത് അങ്ങനെയല്ലല്ലോ, അത് അതിൻ്റെ കണക്ക് അങ്ങനെയല്ലല്ലോ, വലത്തോട്ട് 3 പ്രാവശ്യം, ഇത് മാറി നിന്ന് നോക്കി നോക്ക്, ഭയങ്കര ചിരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക്. അതാണ് ഓരോ സാധനങ്ങൾ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ നമുക്കറിയുന്ന ഒരാളുടെ, വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാൾ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുക എന്ന് പറയുമ്പം അതിനൊരു പ്രത്യേക സന്തോഷമുണ്ട്. നമ്മൾ വേറെ എത്ര സിനിമകൾ ചെയ്താലും നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏട്ടനെ പോലെ കാണുന്ന ഒരാളുടെ സിനിമേൻ്റെ ഭാഗമായിട്ട് നമ്മളും കൂടി ഉണ്ടാവുന്നതിൻ്റെ ഒരു സന്തോഷം ശരിക്ക് ഈ പടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പേഴ്സണലി ഉള്ള ഒരു അടുപ്പം അതാണ്. ഏട്ടൻ്റെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പള്ളിക്കൂടം രണ്ടാമത്തെ പടമാണ്. കൂടുതൽ ഞങ്ങൾ നാടകക്കാരിലൂടെ ഒരുമിച്ച് ചേരുന്ന വളരെ ഇല്ലില്ല. പള്ളിക്കൂടത്ത് എനിക്ക് ചാൻസ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചിരുന്നു, പിന്നെ ജസ്റ്റ് മിസ്സാ. പക്ഷേ ഇതിൽ നേരത്തെ ഗിരിയേട്ടൻ പറഞ്ഞിരുന്നു എനിക്കൊരു വലുതും നല്ല ഒരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ സന്തോഷം ഗിരിയേട്ടനെ ഞാനായിട്ടൊക്കെ ഉള്ളൊരു എന്താണെന്ന് വെച്ചാൽ വളരെ ഞാൻ സ്കൂൾ കാലഘട്ടം തൊട്ടേ നാടകം ചെയ്യുന്ന സ്ഥലത്ത് ഗിരിയേട്ടനും നാടകം ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഗിരിയേട്ടൻ അവിടെ നാടകം സംവിധാനം ചെയ്യാൻ വരാറുണ്ടായിരുന്നു. ആ സമയത്തോട്ട് വല്ല ബന്ധമാണോ അത്? പിന്നെ നല്ല സൗഹൃദമായിട്ട് പോകുന്നു. ഗിരിയേട്ടന് എൻ്റെ സിനിമ ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെ കാണുന്ന ഒരു സബ്ജക്റ്റാണ്. ഞങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റ് ആയത് കാരണം തന്നെ ഇതങ്ങനെ വരുന്ന ഒരു വിശ്വാസമില്ല. അല്ല, അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ നാടകം ചെയ്യാറുണ്ട്, ഇവിടെ മാത്രമൊന്നുമല്ല. ഓക്കെ, ഇവിടെ മാത്രമൊന്നുമല്ല, അല്ല ഈ ഇൻ്റർവ്യൂവിൽ മാത്രമല്ല പറയുന്നത്, കാതലായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ് അത്. പിന്നെ ഇപ്പൊ ആട്ടം എന്ന് പറഞ്ഞ സിനിമ അത് വലിയൊരു വിജയമായി. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നാടകക്കാർ ചെയ്തൊരു സിനിമ. അപ്പം ഇതിന് അതേ ഒരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു അതിപ്പോൾ ഇതിന് സബ്ജക്റ്റ് വൈസ് അങ്ങനെ ഒരു സബ്ജക്റ്റാണോ അത്. അപ്പോൾ അതങ്ങനെ വന്നിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടാകുന്നുള്ളത്, പക്ഷേ അങ്ങനെ പ്രതീക്ഷയുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാവണമെന്ന് കൂടി ആഗ്രഹിക്കുകയാണ് കൂടുതൽ. കാരണം ഒരു വേറൊരു രീതി ഈഗോ ക്ലാഷ് ഒന്നും വേണ്ട. ഞാൻ പറയാം, നാടകത്തിൽ നിന്ന് വന്ന ഒരാളായതിന് കാരണം എനിക്ക് നാടകക്കാരെ വെച്ചുള്ള സിനിമ എന്നുള്ള കൂടുതൽ ഞാനത് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അത് ആട്ടം സക്സസ് ആയപ്പം ഉണ്ടായൊരു സന്തോഷം ചെറുതല്ല. അതുകൊണ്ട് തന്നെ അതേപോലെ ഇതും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ സംഭവിക്കട്ടെ. വേറൊരു കാര്യം കൂടിയുണ്ട് സുധിയേട്ട. ഇടക്കാലത്ത് പിന്നെ മലയാള സിനിമയിൽ തന്നെ നാടകക്കാരാണ് അയ്യോ വേണ്ട അങ്ങനൊരു പ്രവണതയുള്ള ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ പണ്ട് മുതലേ മലയാളത്തിൽ പിന്നെ കുഞ്ഞാണ്ടിയേട്ടനെ പോലുള്ള ആളുകൾ അല്ലേ ഇഷ്ടം പോലെ നാടകക്കാർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇടക്കാലത്ത് നാടകത്തു നിന്നാണ് അയ്യോ ഭയങ്കര ഡ്രാമാറ്റിക്കാവും. പക്ഷേ ഇന്ന് മലയാള സിനിമയിൽ ഇറങ്ങുന്ന ഓരോ സിനിമയും കൂടെ എടുത്ത് നോക്ക്, മലയാളത്തിലെ എത്രയധികം നാടകക്കാരില്ലാണ്ട് ഇപ്പോൾ സിനിമ ഇല്ല എന്ന് തന്നെ. ശരിക്കും ഓരോ സിനിമയിലും അത്രയേറെ നാടക ആർട്ടിസ്റ്റുകൾ, പ്രൊഫഷണൽ നാടകത്തിലുണ്ടായിരുന്നവരും അമേച്ചർ നാടകത്തിലുണ്ടായിരുന്നവരും ആയിട്ടുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം കൂടിയല്ലേ അത്. മനോജ് കെ ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്താണ് പയ്യന്നൂരിലെ. പുള്ളി തിങ്കളാഴ്ച നിശ്ചയത്തിൽ നായകനായിരുന്നു. പുള്ളി പറഞ്ഞ ഇപ്പം ഭയങ്കരമായിട്ട് ഒരുപാട് സിനിമകളായിട്ട് മുന്നോട്ട് പോകുന്ന നാടകക്കാരൻ. അതേപോലെ പിന്നെ ഇപ്പോഴാന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ്, ഈ സിനിമേൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടോ? നാടകമുള്ള സമയത്ത് എന്തായാലും വായിച്ചിട്ടുണ്ടാവും, സിനിമേൻ്റെ ഇല്ല വായിച്ചിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ ഒരു നാടകം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് A to Z കാര്യങ്ങൾ അറിയും, വായിച്ചിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ സ്ക്രിപ്റ്റ് ഇല്ലാതെ സ്വന്തം ക്യാരക്ടർ മാത്രം അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു സിനിമേൻ്റെ സ്ക്രിപ്റ്റും വായിക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അങ്ങനത്തെ രീതി ആയിട്ടുണ്ട്, എല്ലാവരും സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട് എന്നല്ലേ. ഇതിൽ നമ്മൾ പിന്നെ മിക്ക സിനിമയിലും എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്കൊക്കെ അവരുടെ സ്ക്രിപ്റ്റ്, വലിയ പടങ്ങളിലൊക്കെ അവരുടെ സ്ക്രിപ്റ്റ് അവർ മൊത്തം കേട്ടിട്ടുണ്ടാവും.
നമ്മളൊക്കെ മുമ്പ് പോകുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രീവിയസ് എന്താണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന സീൻ എന്താണെന്നൊന്നും ആരും പറഞ്ഞു തരലില്ല. ഇപ്പം ചെയ്ത പടങ്ങളിലൊക്കെ അത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ ഴാല് ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അറിയാം. അപ്പോൾ അത് മാത്രമേ പെർഫോം ചെയ്യേണ്ടതുള്ളൂ. കാരണം അത് പിന്നെ അവിടെ ഇവിടെയും വേറെ വരുന്നില്ല. പിന്നെ ആ സംഗതികൾ പിന്നെ വേറെ കുറേ സീനുകൾക്ക് അപ്പുറത്തേക്കൊന്നും വേറെ വരാത്തത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? അല്ലാണ്ട് ഇപ്പോൾ അല്ലേ, അത് ഓരോരോ ആൾക്കാർക്കനുസരിച്ചാണ് തോന്നുന്നു, ഓരോരോ മേക്കർക്കനുസരിച്ചാണ് വരികയാണ് സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഇതിൽ ദേവൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ പോർഷൻ കഴിഞ്ഞു, അതിൽ സംഭവിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുള്ളൂ. അത് നമുക്ക് സംശയം വരുവാണെങ്കിൽ അത് ഇല്ല ആയിരുന്നു. അത് സിനിമയിലെ ടോട്ടൽ സിനിമയിലെ ഒരു ഇതാണ്. പിന്നെ ചില ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ത്രൂ ഔട്ട് പോകുന്ന ഒരു ക്യാരക്ടേഴ്സ് നായക്ക് അയാൾ ഗ്രാഫ് അറിയേണ്ടി വരും. എങ്ങനെയാണ് അതിൻ്റെ ഇമോഷണൽ ഗ്രാഫ് പോകുന്നത്, പ്രത്യേകിച്ച് ഇമോഷനിലേക്ക് ഉണ്ടാവുന്ന ഇത്, അല്ലെങ്കിൽ ആ പ്രീവിയസ് എന്ത് മറ്റേന്ത് അങ്ങനെ ടോട്ടലി അറിയേണ്ടിയിട്ടായിരിക്കും അയാൾ സ്ക്രിപ്റ്റിന് കേൾക്കേണ്ടി വരുന്നത്. പിന്നെ ഒബ്വിയസ്ലി തൻ്റെ സിനിമയിൽ തൻ്റെ എസ്റ്റാബ്ലിഷ് നടന്മാർക്കൊക്കെ അവർ എങ്ങനെയുണ്ട്, അവർ പെർഫോം ചെയ്യാനുണ്ടോ എന്നൊക്കെ അറിയേണ്ടിയിട്ട് ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഗിരീഷൻ്റെ സിനിമയുടെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നത്. അപ്പം ഇതിൽ എൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ത്രൂ ഔട്ട് ഇല്ലാത്തത് കാരണം അത് അങ്ങനെ ആ പോർഷൻ മാത്രം. നാടകത്തിന്റെ സ്ക്രിപ്റ്റ് അറിയാവുന്നതുകൊണ്ട് അതെ അതറിയാം. അതിപ്പോൾ രണ്ടുപേരിപ്പം മണികണ്ഠൻ ആചാര്യ ചെയ്യുന്ന നന്ദു ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് നാടകം ചെയ്ത കാരണം അറിയാം. അരുണും ഹരിയും ഇതിൽ അരുണായിട്ട് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നാടകത്തിന് മുന്നേ. അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലേ നാടകത്തിൽ ചെയ്തതിൽ നിന്ന്? നാടകത്തിൽ തീരെ ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. നാടകത്തിൽ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഇല്ല. സിനിമയാകുമ്പം അത് അതിൻ്റെ കഥ സഞ്ചരിക്കുന്ന പരിസരങ്ങളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാകും. രണ്ട് കഥാപാത്രങ്ങളേ ഉള്ളൂ. അത് അവരുടെ വീട്, ഹരിയുടെ വീട്ടിൽ അവിടെ താമസിക്കാൻ വന്ന അരുണും. ഇതാണ് നാടകത്തിൻ്റെ ഇത് സീൻ. അതാണ് ഒരു അരമണിക്കൂർ മുതൽ 40 മിനിറ്റ്. ഇതില് ഇപ്പൊ ആര് ചെയ്ത ക്യാരക്ടറായിരുന്നു ചെയ്തെന്ന് പറഞ്ഞാൽ? അരുൺ അതിൽ മണികണ്ഠൻ ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ആ എക്സ്പീരിയൻസ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ നാടകം ഇല്ല, ഞാനത് പറയാൻ പോയിട്ടൊന്നും അല്ല. കാരണം ഇതിപ്പോ ദേവന് ചെയ്തല്ലേ, ദേവനും ഇതിൽ ചെയ്താണ്. അങ്ങനെ ഒത്തിരി പേര് ഈ മഴ കളിച്ചിട്ടുണ്ട്. ഈ സെറ്റിൽ വന്ന് തന്നെ ഒരുപാട് പേര് മഴ കളിച്ചിട്ടുണ്ട് നേരത്തെ. പിന്നെ ഒരു ആക്ടറെ സംബന്ധിച്ച് മ്യൂസിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പം ഡ്രാമയിലാണെങ്കിൽ അത് പറയാം, പക്ഷേ ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര സൈലൻസ് ആയിരിക്കും, ക്യാമറ മാത്രം ഓൺ. ഒരു ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ നിങ്ങൾ ആ ഇമോഷൻ കംപ്ലീറ്റ്. അത് ചിലപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ആക്ടർ ചിലപ്പം ഒരു സാധനം പെർഫോം ചെയ്യുമ്പോൾ, ഞാൻ ഒരു എക്സാമ്പിൾ ഇമോഷണൽ സാധനം പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു റിതം, ഒരു മ്യൂസിക് റിതം വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പം അതിന് സപ്പോർട്ടീവായിട്ട് അവനെ ഏറ്റവും ക്യാച്ച് ചെയ്തെന്ന് ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ക്യാച്ച് ചെയ്ത റിതം, ഒരു ഏതെങ്കിലും മ്യൂസിക് അവൻ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സൈലൻ്റ്ലി പ്ലേ ചെയ്താൽ ആ ക്യാരക്ടർ ഇമോഷൻ കുറച്ചുകൂടി കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നാടകം ചെയ്യുമ്പോൾ ഒരു ഗുണം എന്നാൽ നമുക്കത് നാടകത്തിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടും. അപ്പം നാടകത്തിൽ അത് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഞാൻ കാതലിൽ ചെയ്തതിൽ ഒരു ഇൻ്റർവൽ സീക്വൻസിൽ കരയിനൊരു ഇൻ്റർവൽ പഞ്ചുള്ള സീനുണ്ട്. ആ സീൻ എടുക്കാൻ പോകുമ്പം രാവിലെ വന്നിരിക്കുന്നു നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കും കേട്ടോ, കാരണം നമ്മൾ കുറിച്ചാണ് പറയുന്നത്. അത് എടുക്കാൻ പോകുമ്പോൾ രാവിലെ വന്നിരിക്കുന്നു, നമ്മൾ 7 ആകുമ്പോൾ സെറ്റിലെത്തുന്നു. അന്ന് നമ്മൾ ആ സീക്വൻസ് എടുക്കാറില്ല. ഫുൾ മഴയുടെ യൂണിറ്റൊക്കെ ഉണ്ട്. മറ്റേ മഴ പിന്നെ എന്താ പറയുക, കൃത്യമായിട്ട് മഴ പെയ്ച്ചിട്ടുള്ള പരിപാടിയാണ് അത്. അങ്ങനെ അതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് 12:15. അപ്പം നമ്മൾ രാവിലെ ഹോൾഡ് ചെയ്ത് വെച്ച എല്ലാ ഇമോഷൻസും അങ്ങനെ പിന്നെ ലൂസ് ചെയ്ത് പോകും നമ്മളങ്ങനെ. പിന്നെ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരണം. അതിൽ പലരും സംസാരിക്കേണ്ടി വരും. പിന്നെ ജസ്റ്റ് ബിഫോർ ഷൂട്ട്. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് കേട്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴും കണ്ണിൽ വെള്ളം വരുന്ന ഒരു മ്യൂസിക് ഉണ്ട്. ജിയോ ബേബി എന്നെ ചെയ്ത വേറൊരു പടത്തില്ല. ഞാൻ ആ മ്യൂസിക് ജിയോനോട് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് വാങ്ങി. ഞാനെൻ്റെ ഇതിൽ മൊബൈലിൽ പ്ലേ ചെയ്ത് കാറ് ഡ്രൈവ് ചെയ്യുന്ന സീക്വൻസ് അവിടെ റിഗ് കെട്ടിയിട്ട് സീറ്റ് കാണില്ല, സീറ്റിൽ പ്ലേ ചെയ്ത് വെച്ചിട്ടാണ് സീക്വൻസ് ചെയ്തത്. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ബാക്കി എന്ത് ഇതുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ബ്രേക്ക് ചെയ്ത് എനിക്ക് ഇമോഷണലൊക്കെ കയറി നിൽക്കാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും പല രീതികളുണ്ടാവാം. അങ്ങനെ ആ രീതിയിൽ മ്യൂസിക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ച്. മ്യൂസിക്കിനെ പറ്റി 10 തലയാ തനി രാവണൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാനിങ്ങനെ ആദ്യമായിട്ട് കേൾക്കുക. ഞാനിങ്ങനത്തെ ഒരു അങ്ങനെയല്ല. ഇപ്പം 15 സിനിമ ചെയ്തു. 15 സിനിമ ചെയ്തു. അതിൽ 4 ആണ് റിലീസ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. 5ാമത്തത് ഇതായിരിക്കും, ഈ പടമായിരിക്കും. അങ്ങനെ ഒരു സാധനമുണ്ട്.
ഞാൻ ഈ പറയുന്ന കാര്യമൊന്നുമല്ല, എന്തെന്നാ ഏതാന്നുള്ളതൊന്ന് നോക്കും, നമ്മൾ ശരി, അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓണാക്കാനുള്ള മ്യൂസിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ല ദേവാ, ഞാൻ പറയട്ടെ, നിങ്ങൾ കോമഡിയിൽ ചില കോമഡി സാധനം ഇടുമ്പോൾ, കൗണ്ടർ ഇടുമ്പോൾ, സ്കിറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്കിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാധനം പോയില്ലേ, ഇത് അത് കേൾക്കുന്നവർ ചിരിക്കുമ്പോൾ കിട്ടുന്ന, ഞാൻ അത് മ്യൂസിക് ആയിട്ട് ഇവർ കിട്ടുന്ന ഒരു എനർജി, പിന്നെ അടുത്ത കൗണ്ടർ ഇടാൻ. അല്ല, അത് അതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഇതൊരു തമാശയാണേ പറഞ്ഞത് എന്ന് ഓഡിയൻസിനെ ബോധിപ്പിക്കാനും കൂടിയുള്ള സാധനമാണ് ആ പഴയ അതെപ്പോഴും ഉണ്ട്. ഞാൻ ഇന്നലെ കണ്ടതിലും ഉണ്ട്. ഞാനിപ്പോൾ എന്താ ബമ്പർ ചിരിയോ, നമ്മുടെ മഴവിൽ മനോരമയിലേക്കുള്ള, അതിനൊക്കെ എല്ലാ സ്കിറ്റിലും അതിപ്പോഴും ഉണ്ട്. അത് കേൾക്കുന്നവന് മ്യൂസിക് സപ്പോർട്ടാണ്. ഞാൻ പറയുമ്പോൾ ജനങ്ങൾ ചിരിക്കുന്ന ചിരിയില്ലേ, അത് ഒരിക്കലും മ്യൂസിക്കാണ് കയറി പിടിച്ചു പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡിലേക്ക് എങ്ങനെയാണ് ഫസ്റ്റ് വന്നതെന്ന് ഓർക്കണ്ടേ? ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാം നമുക്ക്. ഞാൻ ഏത് കലാഫീൽഡിലോ, അതായത് ആക്ടിങ് ആണല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെയാണ് കോളേജ് ലൈഫ് കഴിഞ്ഞ് പിന്നെ ആദ്യം വരുന്നത് പിന്നെ കാലിക്കറ്റ് മെലഡീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു ഗാനമേള ട്രൂപ്പിൻ്റെ അനൗൺസറായിട്ട്. അന്ന് വരെ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പണ്ടുണ്ടായിരുന്ന അനൗൺസർമാരിൽ ദേവാനന്ദ മാഷ് അടക്കമുള്ള ആളുകൾ സൈഡിലിരുന്നിട്ട്, ദേവാനന്ദ മാഷ് എന്ന് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, പണ്ടത്തെ മലബാർ മഹോത്സവത്തിൻ്റെ ഒക്കെ ഇങ്ങനെ ബീച്ചിനെയൊക്കെ കുലുക്കിയിരുന്ന ശബ്ദമാണ്, മരിച്ചുപോയി. അപ്പോൾ ദേവേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലിരുന്നിട്ടാണ് അനൗൺസ് ചെയ്യുക പരിപാടികൾ. പക്ഷെ അതിനെ മാറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വന്ന് ആളുകളോട് സംവദിച്ചിട്ടൊരു ആങ്കറിങ് ശൈലി കോഴിക്കോട് കൊണ്ടുവന്നത് ശരിക്കും നമ്മളാണ്. അതിന് ശേഷമാണ് പിന്നെ ഈ ജുബേട്ടിട്ട് പുറത്തേക്ക് വന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അങ്ങനെ കാലിക്കറ്റ് മെലഡീസിൻ്റെ ഓർക്കസ്ട്രയിൽ അനൗൺസറായി, ഇടയിൽ ഒരു 20 മിനിറ്റ് സോളോ വൺ മാൻ ഷോ മിമിക്രി, അങ്ങനെയാണ് വന്നു തുടങ്ങിയത്. പിന്നെ അതിനുശേഷം ആ സമയത്ത് അതിനുശേഷമാണ് നമ്മൾ ഹരീഷ് ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരേ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം ഹരീഷുമായിട്ടുള്ളൊരു സൗഹൃദമുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു ചെറിയ ടീമായിട്ട് ഇങ്ങനെ ബാപ്പു പള്ളിപ്പറമ്പ് പോലുള്ള ആളുകളുടെ ഗാനമേളൻ്റെ ഗ്യാപ്പിലൊക്കെ കുഞ്ഞു സ്കിറ്റുകളൊക്കെ ആയിട്ട് പോയി, അങ്ങനെ വന്നു. പിന്നെ ആ സൗഹൃദത്തിന് അടുത്ത മാറ്റം എന്ന് പറയുന്നത് വിനോദ് കോവൂരിലേക്ക് എത്തുന്നു. വിനോദേട്ടൻ്റെ ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ട്രൂപ്പ്, അതിനുശേഷം കാലിക്കറ്റ് സൂപ്പർ ജോക്സ്, അതിനുശേഷമാണ് നമ്മളെ ഒരു വേറൊരു ഇതായ V4U, കാലിക്കറ്റ് V4U. ആ കാലിക്കറ്റ് V4U എന്നുള്ള ടീമിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മഴവിൽ മനോരമയിലെ മറ്റേ പ്രോഗ്രാമിൽ കോമഡി ഫെസ്റ്റിവലിൽ പോകുന്നതും അവിടെ നമ്മളെ ബാബുവേട്ടനും കണാരനും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്ത് എല്ലാവരും വേറെ വേറെ ആ ഒരു പ്രോഗ്രാമാണ് ഇപ്പോഴും എന്താ പറയുക കുറേ ആളുകളുടെ മനസ്സിലുള്ളതും ഓക്കെ അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്കുള്ള വരവ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് സിനിമയൊന്നുമില്ല, ഹരീഷും നിർമ്മലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തു. പക്ഷേ ഞാനിപ്പം 15 സിനിമ ചെയ്തു. 15ാമത്തെ സിനിമ ഇപ്പം അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്, പ്രാവിൻകൂട് ഷാപ്പ്, ബേസിലിൻ്റെ കൂടെ ഒരു, അതും പോലീസാണ്. പോലീസ് കഥാപാത്രത്തിലേക്ക് വരുമോ? ഇപ്പം ലാലേട്ടന് കേണലൊക്കെ കിട്ടിയില്ലേ, അതേമാതിരി ഇമ്മക്ക് ഒരു കമ്മീഷണർ പദവിയൊക്കെ കിട്ടിയാലോ ചിലപ്പോൾ IPS കൊടുക്കുന്നു. ഞാനിത് നാടകം തന്നെ ചെറുപ്പം തൊട്ട് എൻ്റെ ഞാൻ അംഗനവാടി എന്ന് പറയുന്ന കാലം ഫസ്റ്റ് നാടകം ചെയ്യുന്ന സമയത്ത് എൻ്റെ തറവാട് വീട്ടിൽ അച്ഛൻ്റെ ജ്യേഷ്ഠ നാടകക്കാരനായിരുന്നു. അപ്പം ഇത്രയും തിരക്കിൻ്റെ ഇടയിലും നമ്മളടുത്ത് അല്ല ഇത്രയും മഴയത്തും മഴയുടെ രായയുടെ പ്രൊമോഷൻ അങ്ങനെ പറഞ്ഞു, ഇത്രയും കോരിച്ചൊരിയുന്ന മഴ, അതെ ഇത്രയും കോരിച്ചൊരിയുന്ന മഴയിൽ ഈ ഴാൻ്റെ പ്രൊമോഷന് വേണ്ടി ഇവിടെ എത്തിയ രണ്ടാൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സിനിമ ഒരു വിജയത്തിലേക്ക് എത്തട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് റിക്വസ്റ്റ്, ഒരുപാട് വലിയ ബഡ്ജറ്റ് വമ്പൻ പടങ്ങളും എല്ലാം കാണുന്നവരും ആസ്വദിക്കുന്നവരൊക്കെയാണ്. ഇതൊരു കുഞ്ഞി പരിപാടിയാണ്, നമ്മുടെ പരിപാടിയാണ്, നമ്മുടെ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു സ്നേഹമുള്ള ഒരു പരിപാടിയാണ്. കുറേ ഗ്രാമീണ കലാകാരന്മാർ, നമ്മളെ നിഷ്കളങ്കരായിട്ടുള്ള കുറേ ആൾക്കാർ, കുറേ നാടകക്കാർ എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സംരംഭമാണ്. തിയേറ്ററിൽ തന്നെ ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ തന്നെ കാണുന്ന, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്നൊരു വലിയ അനുഗ്രഹവും ഒരു സപ്പോർട്ടുമാണത്. അപ്പോൾ കൂടെ ഉണ്ടാവണം. തകർത്ത് പെയ്യാൻ പ്രാർത്ഥിക്കും. താങ്ക് യു.